ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഇങ്ങോട്ടാണ് പോകുന്നത്. നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? സ്ഥലം കണ്ടിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പോണത് നമ്മുടെ ഇവിടുത്തെ കൂടൽമാണിക്യ ഉത്സവം തുടങ്ങിയിട്ട് 2-3 ദിവസമായി. അപ്പോൾ 10 ദിവസത്തെ ഉത്സവമാണ്. അപ്പോൾ നിങ്ങളാരെങ്കിലും കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ വന്ന് കാണേണ്ടത് തന്നെയാണ് കേട്ടോ. നല്ല തിരക്കാണ്. അപ്പോൾ ഞാനിന്നിപ്പോൾ ദേവുട്ടിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അവളേനൊക്കെ കൊണ്ട് പോവാണ് കേട്ടോ. അപ്പോൾ പിള്ളേരെ കൊണ്ടുവന്നിട്ടില്ല, എല്ലാവരും കൂടിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഞാനും പൊന്നിച്ച് ദേവുട്ടിയും കൂടിയാണ് കേട്ടോ പോണത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പൂരം കാണാനല്ല പോണത്. പൂരം എന്ന് പറയുമ്പോൾ രാത്രി കുറച്ച് നേരം വൈകിട്ടാണ് തുടങ്ങുക. അപ്പോൾ ഞങ്ങളൊരു 5:30 ആയപ്പോഴാണ് കേട്ടോ ഇവിടുന്ന് പോയത്. ഞങ്ങൾ പൂരപ്പറമ്പും അതുപോലെ എക്സിബിഷനൊക്കെ നടക്കുന്ന സ്ഥലമൊക്കെ കണ്ട് ജസ്റ്റ് ഒന്ന് കറങ്ങി വരാമെന്ന് വെച്ചിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ ഈ പൂരപ്പറമ്പേക്ക് പോകുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അവിടെയുള്ള എന്താ പറയുക, ഓരോ സാധനങ്ങളൊക്കെ കാണാനും വാങ്ങി കഴിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ എനിക്ക് അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റ് ഇല്ല, പക്ഷേ ദേവുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെയൊക്കെ പോയിട്ട് കഴിക്കാനൊക്കെ. അപ്പോൾ അത് അവിടെ നിറയെ നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള നല്ല ഭരണികളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അത് ആനകൾ തന്നെ കെട്ടിയിട്ടേക്കണ സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പോൾ ഏതൊക്കെ ആനയാണെന്ന് എനിക്കറിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പൊന്നൂസിനെ ഞങ്ങളിന്ന് പോരാനായിട്ട് അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല, പെട്ടെന്ന് എടുത്ത തീരുമാനമാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ചേട്ടൻ്റെ മോള് വന്നപ്പോൾ അവൾക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ എടുത്ത തീരുമാനമാണ്. അപ്പോൾ എന്ത് രസമായിട്ടുള്ള പാത്രങ്ങളെ ഭഗവാനി, സൂപ്പറായിരുന്നു. അപ്പോൾ പൂരപ്പലഹാരങ്ങളും വടൽ കളിപ്പാട്ടങ്ങളും പിന്നെ മെയിനായിട്ട് ഞാൻ പൂരപ്പറമ്പിലേക്ക് പോകണതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എനിക്ക് കമ്മലുകളൊക്കെ ഭയങ്കര, എത്ര കമ്മലുകൾ കിട്ടിയാലും എനിക്ക് എന്താ പറയുക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കമ്മലുകൾ എന്ന് പറയുന്നത്. ഞങ്ങൾ ഫസ്റ്റ് അമ്പലത്തിൻ്റെ അവിടെ പോയിട്ട് ഒന്ന് തൊഴുതിട്ട് വരാമെന്ന് വിചാരിച്ചപ്പോൾ ഞങ്ങൾ പോയി തൊഴുതു. അത് കഴിഞ്ഞതാ ഞങ്ങൾ പുറത്തിറങ്ങി കുറച്ച് റീൽസ് മീൻസ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ദേവുട്ടിക്കൊരു ഫോൺ കവർ വാങ്ങുമെന്ന് വെച്ചിട്ട് അവിടെ ചോദിച്ചപ്പോൾ ഭയങ്കര റേറ്റാണെന്നോ. അത് പൂരപ്പറമ്പിൽ അറിയാലോ, നല്ല റേറ്റാണ്, നമ്മുടെ കഴുത്തിറക്കും. പിന്നെ ഞങ്ങൾ ജസ്റ്റ് എല്ലാവരുടെയും നടന്ന് കണ്ടു. അപ്പോൾ എന്താ പറയുക, പൊന്നൂസ് അപ്പോഴേക്കും തുടങ്ങിയിട്ട് അവിടെ ചെന്നപ്പോഴേക്കും തുടങ്ങി ഐസ്ക്രീം വേണം എന്നിട്ട് പറയലു കേട്ടോ. അപ്പോൾ പൊന്നൂസ് ബസ്സിൽ കയറിയ സമയത്ത് ഉറങ്ങിയായിരുന്നു. അത് കഴിഞ്ഞ് പൂരപ്പറമ്പ് എത്താറായപ്പോൾ ഞാൻ വിളിച്ചുണർത്തിയതാണ് കേട്ടോ. അപ്പോൾ ഇതാ കണ്ടു നിറയെ കളിപ്പാട്ടങ്ങളുണ്ട്. ഭാഗ്യത്തിന് കളിപ്പാട്ടങ്ങളൊന്നും വേണമെന്ന് അവൾ പറഞ്ഞില്ല. കാരണം അവൾക്ക് നമ്മൾ ഈ ഇപ്പോഴത്തെ 5 മണി എന്ന് പറഞ്ഞാലും അറിയാമല്ലോ, നല്ല നമുക്കത് ഭയങ്കര ദാഹമായിരിക്കും. അപ്പോൾ അവൾക്ക് ഐസ്ക്രീം വേണമെന്ന് മാത്രമായിട്ട് പറഞ്ഞുള്ളൂ. ഞങ്ങളിതാ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് പിന്നെ പൊന്നൂസിന് ഐസ്ക്രീം വാങ്ങി കൊടുത്തു. പിന്നെ ഞങ്ങളും കഴിച്ചു കേട്ടോ. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും അങ്ങനെ പൂരപ്പറമ്പിൽ പോയി കഴിക്കാറില്ല. ദേവുട്ടിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്തു, എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായില്ല. പിന്നെ ഞങ്ങളുടെ മെയിൻ നമ്മുടെ ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂരപ്പറമ്പിൽ പോയി കഴിഞ്ഞാൽ കമ്മൽ കളക്ഷൻസാണ്. അപ്പോൾ ഒരു കമ്മൽ ഞാനും ദേവുട്ടിയും വാങ്ങി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത് കണ്ടു, നമ്മുടെ പണ്ടത്തെ പഴയ കാല മിഠായികളുടെ ഒരു സ്റ്റോർ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഒന്നും വാങ്ങിയില്ല, ജസ്റ്റ് ഒന്ന് കണ്ടു എന്നുള്ളൂ. അത് കഴിഞ്ഞത് അവിടെ എക്സിബിഷൻ ഒന്നും തുടങ്ങിയിട്ടില്ല, കാരണം ഒന്നും കൂടി ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. പിന്നെ നിറയെ നല്ല രസമുള്ള മാലകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ട് കുറേ അവിടെ, പക്ഷേ കത്തി വിലയാണ്, നമ്മുടെ കഴുത്തിറക്കും. പിന്നെ പൂരപ്പറമ്പുകളിലൊക്കെ അങ്ങനെയാണല്ലോ, നല്ല റേറ്റ് ഉണ്ടാവും. പിന്നെ അവർക്ക് അതിൻ്റേതായ പൂര കമ്മിറ്റിക്ക് കൊടുക്കണമല്ലോ പൈസ, അപ്പോൾ അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. പിന്നെ കുറേ റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിലൊന്നും നമ്മൾ കയറിയില്ല, കാരണം പിള്ളേരെ കൊണ്ടുവരാണ്ട് പോയത് തന്നെ എനിക്ക് ഭയങ്കര സങ്കടമായി. പിന്നെ ദേവുട്ടി പിറ്റേ ദിവസം പോവായിരുന്നു, അതുകൊണ്ട് കൊണ്ടുപോയതാണ് കേട്ടോ. പിന്നെ പൊന്നൂസ് അങ്ങനെ ഒന്നിലിരിക്കാറായിട്ടില്ലല്ലോ. പിന്നെ ഞങ്ങൾ പോകാൻ നേരത്തതാ പാനിപ്പൂരി കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ. അപ്പോൾ പാനിപ്പൂരി കഴിക്കാനായിട്ട് കയറിയിട്ട്, അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ചേച്ചിയുടെ കടയാണ്, നല്ല സ്നേഹമുള്ളൊരു ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ 2 തരം പാനിപ്പൂരി കഴിച്ചു കേട്ടോ. എനിക്ക് പേരറിയില്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്കതിൽ ഒന്നാ ഇഷ്ടമായുള്ളൂ, സാധാരണ പാനിപ്പൂരിയാണ് എനിക്ക് ഇഷ്ടമായുള്ളൂ. നല്ല മധുരമുള്ള സംഭവമില്ലേ, വെള്ളമൊക്കെ ഒഴിച്ചിട്ട്, അതാണ് കേട്ടോ എനിക്കിഷ്ടമായുള്ളൂ. വേറെ ഒരു എന്താ പറയുക സോസ് പോലെ ഒരു സംഭവം വെച്ചിട്ടൊരു പാനിപ്പൂരി കൂടി കഴിച്ചു, അതിൻ്റെ പേരെനിക്കറിയില്ല കേട്ടോ. ഒന്നാമത് എനിക്ക് അങ്ങോട്ട് വലിയ ഇഷ്ടമല്ല പാനിപ്പൂരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇന്നത്തെ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.